UDFിനെ സംബന്ധിച്ച് ഞങ്ങളാണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, ഞങ്ങളാണ് പ്രവർത്തനം തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷൻ കേരളത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയും അങ്ങനെ ഈസി വാക്കോറായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടൊക്കെ മത്സരം ഒരു ടൈറ്റിൻ്റെ പ്രതീതിയായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ UDFിന് നല്ല മുൻതൂക്കം ഉണ്ടാവും. പിന്നെ നിലമ്പൂരിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ അങ്ങനെ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിലൊഴികെ ഒരു വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ശിവൻ ആര്യാടൻ മുഹമ്മദോടെ ജയിച്ച കാലത്ത് തന്നെ 2001 അദ്ദേഹത്തിന് 10-ൽ കൂടുതൽ, 2001 987. പിന്നെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും 5000 6000 ആണ്. മാത്രമല്ല ഇപ്പോൾ പഴയ നിലമ്പൂരല്ല ഈ നിലമ്പൂർ. അതായത് UDFിന് ഏറ്റവും ശക്തി ഉണ്ടായിരുന്ന കാളികാവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ വണ്ടൂരിൽ പോയി. ഇപ്പോഴത്തെ നിലമ്പൂരെന്ന് പറഞ്ഞാൽ പഴയ നിലമ്പൂരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമാസമം നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എന്നാലും ചെറിയൊരു എഡ്ജ് UDFിനുണ്ട്. അതാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 തവണ UDFിലുണ്ടായ തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും കാരണം ആ എഡ്ജ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ ബൈ ഇലക്ഷനാണ്, എല്ലാ ലീഡേഴ്സും സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ എഡ്ജ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച ഭരണവിരുദ്ധ വികാരമായിരിക്കുമല്ലോ UDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയി പോവാനുള്ള ഒരു കാരണം PV അൻവർ NDA സ്ഥാനാർത്ഥികൾ അല്ല. അതിൽ അൻവർ 2 ഭാഗത്തും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. UDF പോലെ തന്നെ LDFിൽ നിന്ന് വോട്ട് പിടിക്കും. കാരണം അദ്ദേഹത്തിന് 9 വർഷത്തെ LDF MLA ആ ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ നിശബ്ദ വോട്ടുകളായിട്ട് അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ട് UDFിൽ നിന്ന് അങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഞങ്ങളിലേക്ക് ഊന്നിക്കൊണ്ടുള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് അൻവർ തന്നെ പറഞ്ഞിട്ടുള്ള പിണറായിസം അത് ഇല്ലാതാക്കണമെങ്കിൽ UDF ജയിക്കണം. കാരണം അൻവറിന് ജയിക്കാൻ കഴിയില്ല. അപ്പോൾ UDFിനെ കൊണ്ടേ അത് കഴിയുള്ളൂ. അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചാണ് PV അൻവർ അവിടെ നിന്ന് പടിയിറങ്ങി ഇവിടെ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കിയത്. അൻവർ വീണ്ടും പിണറായി സർക്കാരിനെതിരെ പോരാട്ടം എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയാവുകയാണ്. അപ്പൊ സ്വാഭാവികമായും UDF പറയുന്ന അതേ വിഷയങ്ങൾ തന്നെ അൻവർ രൂക്ഷമായി തന്നെ അവതരിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ അത് വിഘടിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇല്ല. കാരണം ആളുകൾക്ക് ഇതൊക്കെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനവർ തിരഞ്ഞെടുക്കുന്ന മാർഗം ജനങ്ങൾ തിരഞ്ഞെടുക്കുക, UDFിന് വോട്ട് ചെയ്താലേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അൻവറിന് കുറേ വോട്ട് UDFിൻ്റെ വോട്ട് കിട്ടിയാൽ LDF ആണല്ലോ ജയിക്കുക. അത് ജനത്തിനറിയാം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ സ്റ്റാൻഡ് എടുക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ നേരത്തെ UDFിനൊപ്പം നിൽക്കുന്ന ഘട്ടത്തിലും രാജിവെച്ച ഘട്ടത്തിലൊക്കെ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായിസത്തെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മുക്കാൽ പിണറായിയാണ് VD സതീശൻ. സതീശനിസം എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. പിണറായിക്ക് പകരം സതീശൻ വന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അല്ല, അത് ഒരു ശരിയായിട്ടുള്ള നിലപാടല്ല. കാരണം ഇപ്പോൾ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. പക്ഷേ അതൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായി. അപ്പോൾ എലക്ഷൻ നടക്കില്ല എന്നൊരു ഫീലിംഗ് തോന്നും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നല്ല മഴയാണ്. ഈ എലക്ഷൻ്റെ തുടക്കം തൊട്ട് മഴയാണ്. സാധാരണ കേരളത്തിൽ ഒരു കാലത്തും ജൂൺ ജൂലൈ മാസങ്ങളിൽ എലക്ഷൻ നടത്താറില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് എലക്ഷൻ നടക്കില്ല. ഏതായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ അത്ര തിരക്കിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തിരക്കിട്ട് പ്രഖ്യാപിക്കാൻ. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അതല്ല. അൻവറിന് എന്തുകൊണ്ടോ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങ് ദഹിക്കാത്ത ഒരവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഷൗക്കത്ത് 2016 മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. 21 മത്സരിച്ച പ്രകാശ് ജീവിച്ചിരിപ്പില്ല. നല്ലത് ഷൗക്കത്താണ് എന്നുള്ളൊരു ചർച്ച ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഇടയിലുണ്ടായി. അങ്ങനെയാണ് എല്ലാവരെയും കൺകറൻസോടു കൂടിയാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഒരിക്കലും പാളിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ തീരുമാനം. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പാളിയില്ലെങ്കിലും UDFിന്റെ അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അത് കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ള ഒരു അൻവറിനെ അറിയിച്ചിരുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല. ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയാവാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചോടനെ ഈ അനൗൺസ്മെൻറ്റ് നടത്തുമായിരുന്നു. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഷൗക്കത്തിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അന്ന് മുതൽ അൻവർ അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങി.
അതാണ് നേരത്തെ അവസാനം. പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ UDF-ന്റെ ഒരു അസോസിയേറ്റ് അംഗമായി അല്ല അൻവറിനെ അതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ. അറിയിച്ചല്ലോ. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ താമസമല്ലേ ഉണ്ടായിരുന്നു. ഈ അൻവറിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നേതൃത്വത്തിന് എന്തെങ്കിലും പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട്? അല്ല, ഞങ്ങൾ നിർദ്ദേശം നേരത്തെ കൊടുത്തിരുന്ന അൻവറെ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനോട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഇഷ്യൂ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം. അതല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നുമല്ല. ഈ മണ്ഡലത്തിൽ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ മറ്റു പല വിഷയങ്ങളിലും ചർച്ചയാകുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ സംബന്ധിച്ചാണ്. അത് ഇടതുപക്ഷം ആയുധമാക്കുകയും ചെയ്തു. വർഗീയ പാർട്ടികളുടെ ഒരു കൂടാരമായി UDF മാറുന്നു എന്ന വിമർശനമാണ്. അത് എങ്ങനെയാണത്? എല്ലാ കാലത്തും UDF-നെ കുറിച്ച് അങ്ങനെയാണല്ലോ ഇവർ പറയാറുള്ളത്. ഇപ്പോഴാണല്ലോ വെൽഫെയർ പാർട്ടിയുടെ ഇഷ്യൂ ഉണ്ടായത്. മുൻകാലങ്ങളിലും പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പോൾ 2011 അന്ന് പറഞ്ഞത് കുഞ്ഞുകുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ. അതിൽ വേറെ ധ്വനിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും അവർക്ക് ഓരോ കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ വെൽഫെയർ പാർട്ടി മുമ്പ് ഇവരുടെ കൂടെയായിരുന്നു, അന്ന് ഇവർക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. 2019 മുതൽ അവർ UDF-ന്റെ കൂടെ നിൽക്കുന്നു, അപ്പോഴാണ് പരാതി. മാത്രമല്ല 2019 ഇങ്ങനത്തെ ഒരു പ്രചരണം CPM നടത്തിയിട്ടില്ല. അന്ന് UDF-ന് അല്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അന്നൊന്നും ഒരു എതിർശബ്ദം പുറപ്പെടുവിക്കാതിരുന്ന CPM ആണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണ വന്നപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഈ ചർച്ച ഇങ്ങനെ വഴിമാറുന്നത് UDF-ന് ദോഷകരമാകില്ലേ? അതായത് സർക്കാർ വിരുദ്ധത പറയുന്നതിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനാണ് ഇവരിത് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഇത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തന്ത്രമാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം അതാണ്.